ഹായ് മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൃഷിയെപ്പറ്റിയാണ്. ഇത് ഇന്നലെ വെച്ച ഒരു വാഴയാണ്. അതായത് മാതൃസസ്യത്തിൽ നിന്ന് പിരിച്ചെടുത്ത് നല്ല ആഴത്തിൽ കുഴിയെടുത്ത് വെച്ച ഒരു വാഴയാണ്. ഈ വാഴയുടെ തടത്തിന് ചുറ്റും നമ്മൾ വൻപയർ വിതയ്ക്കാൻ പോവാണ്. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് അതിലൂടെ ഉള്ളത്. ഒന്ന്, ഈ വാഴയ്ക്ക് ആദ്യത്തെ വളം നമുക്ക് പ്രയോഗിക്കേണ്ടി വരികയില്ല. രണ്ട്, നമുക്ക് പയറിൽ നിന്നും ഓണത്തിന് ആദായം കിട്ടും. ഇപ്പോൾ പയർ വിതയ്ക്കാൻ പറ്റിയ ഒരു സമയമാണ്. അത് എങ്ങനെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കാം. ഈ വാഴയുടെ ചുവടുകൾ ഇന്നലെ കുഴിയെടുത്ത മണ്ണാണ് ഇതിൻ്റെ കരയ്ക്ക് കിടക്കുന്നത്. ഈ മണ്ണ് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. വാഴയുടെ ചുറ്റുമുള്ള മണ്ണ് നമ്മൾ ഒരുക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ കല്ലൊക്കെ ഇടഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നു എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം തടം നല്ല നമ്മൾ വേപ്പിൻ പിണ്ണാക്കാണ് ഇങ്ങനെ ചെതറി കൊടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെതറിയിട്ട് എന്താ ചെയ്യുന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിന് ശേഷം കാണാം. വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ചുറ്റും നമ്മൾ ചെതറി കൊടുത്തു. ഇനി നമ്മൾ എല്ലുപൊടി, അതേപോലെ തന്നെ എല്ലുപൊടിയും കൂടെ ചെതറി കൊടുക്കാൻ പോവുകയാണ്. വേപ്പിൻ പിണ്ണാക്ക് വെല്ലുപൊടി മാത്രമേ ഇവിടെ ചെതർന്നുള്ളൂ. ചാണകപ്പൊടിയും ചാരവും ഉണ്ടെങ്കിൽ ചെതർന്നതിന് കുഴപ്പമില്ല. കാരണം പയർ ഹ്രസ്വ കാല വിളയാണ്. വളരെ പെട്ടെന്ന്, അതായത് ഒരു 45-50 ദിവസത്തിനകത്ത് വെച്ച് തന്നെ വിളവെടുപ്പ് പൂർത്തിയാകാൻ പറ്റുന്ന ഒരു വിളയാണ് വൻപയർ. അതുകൊണ്ട് തന്നെ വളങ്ങൾ ഇടുന്നതിന് കുഴപ്പമില്ല. കാരണം നമ്മൾ വാഴയുടെ ചുവട്ടിലാണ്. പയറിന് എടുക്കാത്ത വളങ്ങൾ വാഴ വലിച്ചെടുക്കും. അങ്ങനെ നല്ലൊരു കൊലയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ചെതറിയ വളം മണ്ണുമായിട്ട് ഒന്ന് കൂട്ടി ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുപാടും ഒന്നുകൂടെ നമ്മളൊന്ന് കിളച്ച് കൊടുക്കണം. ഇങ്ങനെ വാഴയുടെ തടം നല്ല രീതിയിൽ കല്ലൊക്കെ ഇളഞ്ഞു മാറ്റി വളം ഇട്ടു. ഇനിയും അടുത്തതായി ചെയ്യേണ്ട കാര്യം പയർ നടാനുള്ള കുഴിക്കുത്തലാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴ് പയർ വിതയ്ക്കാൻ പറ്റിയ സമയമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പയർ വിതയ്ക്കുന്നത്. അതുപോലെ തന്നെ വാഴയുടെ ചുവട്ടിലാവുന്നത് നമുക്ക് പ്രത്യേക സ്ഥലം നഷ്ടപ്പെടുന്നില്ല. ഒപ്പം നമുക്ക് പയറിൽ നിന്ന് ആദായം കിട്ടും. അതുപോലെ ഈ പയർ കൃഷിയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പയറിൻ്റെ വേരുകൾക്ക് പ്രകൃതിയിൽ നിന്നും നൈട്രജനെ ആദർശം ചെയ്യാനും അത് വേരുകളിൽ സംരക്ഷിച്ച് വെക്കാനും സാധിക്കും. ഈ പയറിൻ്റെ വിളവെടുപ്പിന് ശേഷം നമ്മൾ ഇത് അറുത്ത് മാറ്റി ആ ചെടികൾ പൂർണ്ണമായിട്ടും ഇതിൽ തടത്തിലിടണം. അപ്പം ആ വേരിലുള്ള നൈട്രജൻ സ്വാഭാവികമായിട്ടും മണ്ണിലേക്കും അത് വാഴ വലിച്ചെടുക്കും. നല്ല കൊലയും കിട്ടും. അപ്പം നമുക്ക് നല്ല ഒരു ലാഭമുള്ള ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഏതൊരു കൃഷിപ്പണിക്കും അധ്വാനമുണ്ട്. അധ്വാനമാണ് ആരാധന എന്ന മനോഭാവം. അതിൽ ലയിച്ച് നിൽക്കുന്നവർക്കേ കൃഷി വിജയിക്കത്തുള്ളൂ എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതന്നെ വാഴ വെച്ചു. അതിനുശേഷം ആ മണ്ണ് ആദ്യം മണ്ണിൽ നിന്നും കല്ലുകൾ നീക്കം ചെയ്തു. പിന്നെ വളവുമായി യോജിപ്പിച്ച് ഒന്ന് കിളച്ചു. ഇനിയും കുഴി കുത്തണം. പിന്നെ പയർ വിതയ്ക്കണം. പിന്നെ വളപ്രയോഗങ്ങളോ മറ്റു സംഗതിയൊന്നും വേണ്ട. 35-40 ദിവസം ആകുമ്പോഴത്തേന് പൂർണ്ണമായിട്ടും നമുക്ക് വിളവെടുക്കാം. വിളവെടുപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് കുഴി കുത്താം. മൂന്ന് കുഴിയാണ് നമ്മൾ ഓരോ ഇടുന്നത്. ഈ 3 കുഴിയിലും പയറിടും. കുഴി കുത്തിക്കഴിഞ്ഞു. നമ്മൾ പയർ വിത്ത് നടാൻ പോവുകയാണ്. അപ്പം വൻപയർ ഇത് കടയിൽ നിന്നും വാങ്ങിയ വൻപയറാണ്. കടയിൽ നിന്നും വാങ്ങിയ വൻപയർ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഇത് ചിലർ വെള്ളത്തിൽ ഇട്ട് കുരിപ്പിച്ച് നടുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം സമൃദ്ധമായ മഴ ലഭ്യമായതുകൊണ്ട് ഞാൻ കുരിപ്പിക്കാതാണ് നടുന്നത്. ഒരു
കുഴിയിൽ 4 or 5 പയർമണികൾ വീതമാണ് നമ്മൾ ഇടുന്നത്. അപ്പം ആരോഗ്യമുള്ളതും ആരോഗ്യമില്ലാത്തതും നമുക്ക് വിഷയമല്ല, അങ്ങനെ ആവും. അങ്ങനെ ചെയ്തിട്ട് നോക്കിയാണ്. കുത്തിയ കുഴികളിൽ പയർമണികൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയും ഈ കുഴികൾ അടയണം, അതായത് കുഴികൾ മണ്ണ് കൊണ്ട് നിറയ്ക്കണം, അല്ലെങ്കിൽ കുഴി മൂടണം. അത് നമ്മൾ 2 വശത്തുനിന്നും മണ്ണ് വെട്ടി ഇങ്ങനെ കുഴികൾ മൂടാൻ പോവുകയാണ്. സാധാരണ മുൻകാലങ്ങളിലൊക്കെ പയർ വിതയ്ക്കുന്ന അതേ സിസ്റ്റം തന്നെ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് പയർ വിതയ്ക്കാൻ വേണ്ടി സമയം നമ്മൾ സ്ഥലം വേണ്ട. നമ്മൾ 2-3 മൂട് വാഴയുള്ളവർക്ക് ഇത്തരത്തിലൊന്നും ചെയ്യാമെങ്കിൽ ഓണത്തിനേക്ക് ആവശ്യമായ പയർ സ്വന്തം പുരയിടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പയർ മുഴുവൻ വിതച്ച് കഴിഞ്ഞു. ചുറ്റിൽ നിന്നും മണ്ണും എടുത്തിട്ട് വിത പൂർത്തിയാക്കി. ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടേ ഇത് മുളച്ച് വരും. അങ്ങനെ 65 ദിവസത്തിനകത്ത് വെച്ച് തന്നെ പൂർണ്ണമായിട്ടും വിളവെടുപ്പ് നടത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് പാളയം തോടൻ വാഴയാണ്. പാളയം തോടൻ വാഴയുടെയും ഏത്തവാഴയുടെയും ചുറ്റിൽ മാത്രമേ ഇങ്ങനെ ഒരു കൃഷി നമ്മൾ നടത്താവൂ. കാരണം പൂവൻ വാഴ പോലെയുള്ള വാഴകൾ വളരെ പെട്ടെന്ന് വളത്തിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂവൻ വാഴയുടെ വട്ടം ഇങ്ങനെ വിതയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കപ്പവാഴ അഥവാ ചെങ്കതളി വാഴയ്ക്ക് ചുറ്റും വിതയ്ക്കുന്നത് വളരെ നല്ലതാണ്. അത് എത്ര വളം ഉണ്ടെങ്കിലും വലിയ കുലകൾ കിട്ടുന്ന വാഴയാണ്. അപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ കുറേ പണികളുണ്ട്, ശരിയാണ്. നല്ല പണികൾ ചെയ്തെങ്കിൽ മാത്രമേ, അതും സ്വന്തമായി ചെയ്തെങ്കിൽ മാത്രമേ ഒരു കർഷകന് അതിൽ നിന്നും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇത് കിളിർത്ത് വളർന്ന് പുഷ്പിച്ച് കായ്ഫലമായുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു സംതൃപ്തി, അത് വളരെ സന്തോഷമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല അധ്വാനിക്കുന്നത്. നമ്മുടെ ഒരു ചങ്ങാതി ചോദിച്ചു, പിന്നെ പന്നിക്കും പട്ടിക്കും വേണ്ടിയൊക്കെയാണോന്ന്. പന്നിക്കും പട്ടിക്കും വേണ്ടിയാണ്, അതുപോലെ തന്നെ സഹജീവികൾക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ എല്ലാത്തിനും വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പയർ തന്നെ നമ്മൾ വിതച്ചു. ഈ പയർ വിതച്ച് അത് കിളിർത്ത് വരുന്നുണ്ടെങ്കിൽ ആ പൂവിൽ നിന്നും തേൻ കുടിക്കാനായിട്ട്, തേൻ നുകരാനായിട്ട് ഒട്ടനവധി ചിത്രശലഭങ്ങളും തേനീച്ചകളും വന്നുകൂടുന്നു. അത് കഴിയുന്നുണ്ടെങ്കിൽ ഈ പയർ പാകമാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറിക്കുന്നുണ്ടെങ്കിൽ ആ പയറിൽ നിന്ന് ഒരംശം, ഒരു പക്ഷേ നമുക്ക് സഹായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സഹായികൾക്ക് നമ്മൾ വിതരണം ചെയ്യുന്നു. കൂടാതെ ഈ പയർ പൂർണ്ണമായി വിളവെടുത്തതിന് ശേഷം ഇതിൻ്റെ പയർ മണി മാറ്റിയതിന് ശേഷമുള്ള തൊലികൾ നമ്മൾ ഒന്നിൽ സസ്യലതാദികൾക്ക് വളമായിട്ടിടുന്നു, അതല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തീറ്റയായിട്ട് നൽകുന്നു. അതുപോലെ തന്നെ ഈ സസ്യം പയർ വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം ഇത് അറുത്തെടുക്കുന്നത് നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ഒരു കർഷകൻ അന്നദാതാവാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ പ്രിയപ്പെട്ട ചങ്ങാതി താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃഷിരീതികൾ അറിയാനും കാണാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ തുടർ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം.